എംബസി അറ്റസ്റ്റേഷൻ്റെ സമയത്ത് പല ആളുകളും ഒന്ന് ചോദിക്കാറുണ്ട്, ഞാൻ അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ദുബൈയിലാണ് വർക്ക് ചെയ്യുന്നത്, ദുബായ് എംബസി അറ്റസ്റ്റേഷൻ കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ശരിക്കും നമ്മൾ മനസ്സിലാക്കുക, യു എ എംബസി, അതായത് യു എ എന്നുള്ള രാജ്യം അബുദാബി, ദുബായ്, മുൽക്കോയിൻ, റാസ് ഖൈമ, ഫുജൈറൊക്കെ അടങ്ങിയിട്ടുള്ള 7 എമിറേറ്റ്സുകൾ കൂടിയിട്ടുള്ള ഒരൊറ്റ രാജ്യമാണ്. ഈ രാജ്യത്ത് നമ്മൾ എവിടെ ജോലി ചെയ്യണം, നമ്മൾ അബുദാബിയിൽ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിലും ദുബായിൽ ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് യു എ എംബസി അറ്റസ്റ്റേഷനാണ്. യു എ എംബസി അറ്റസ്റ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം എഡ്യൂക്കേഷണൽ ഡോക്യുമെൻ്റ് ആണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഡോക്യുമെൻ്റ് HRD അറ്റസ്റ്റേഷൻ ചെയ്യലാണ്. HRD അറ്റസ്റ്റേഷൻ ചെയ്തതിന് ശേഷം ഇന്ത്യയിലുള്ള വിദേശകാര്യ മന്ത്രാലയം MEA അറ്റസ്റ്റേഷൻ പൂർത്തിയാക്കി ശേഷം ഇന്ത്യയിലുള്ള ഏതെങ്കിലും യു എ എംബസി, ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് യു എ എംബസി ഉണ്ട്, അല്ലെങ്കിൽ മുംബൈയിൽ യു എ എംബസി വരുന്നുണ്ട്, അല്ലെങ്കിൽ ഡൽഹിയിൽ എംബസി വരുന്നുണ്ട്, ഏതെങ്കിലും ഒരു യു എ എംബസിയിൽ നിന്ന് ഇവിടുന്ന് സാക്ഷ്യപ്പെടുത്തുക. അതിനുശേഷം ഈ ഡോക്യുമെൻ്റ് നമ്മൾ യു എയിലുള്ള അവിടുത്തെ മിനിസ്ട്രി, അവിടുത്തെ മോഫയിൽ പോയി അറ്റസ്റ്റേഷൻ ചെയ്ത് ഇവിടെ നടത്തിയിട്ടുള്ള അറ്റസ്റ്റേഷൻ വാലിഡ് ആണ്, ജെന്യൂൻ ആണെന്നുള്ളത് സാക്ഷ്യപ്പെടുത്തുന്നതോടുകൂടിയാണ് യു എ എംബസി അറ്റസ്റ്റേഷൻ പൂർത്തിയാവുന്നത്. പക്ഷെ നമുക്ക് പല സമയത്തും പെട്ടെന്ന് നമുക്ക് ജോലി കിട്ടി നമുക്കൊരു 10-15 ദിവസത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വിസ പ്രോസസ്സിംഗ് നടത്തേണ്ട ആവശ്യം നമുക്ക് വരും. ആ സമയത്ത് പലപ്പോഴും കുട്ടികൾ 10-15 ദിവസം മാത്രമേ സമയം ഉണ്ടാവുള്ളൂ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത് ലീഗലൈസ് ചെയ്ത് കിട്ടാൻ. ഈ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു മാർഗം നമ്മൾ HRD ഇല്ലാതെ, അതായത് HRD എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരളത്തിൽ HRD കുറച്ചും കൂടി സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് കിട്ടും. പക്ഷേ തമിഴ്നാടോ അല്ലെങ്കിൽ മറ്റു പല സ്റ്റേറ്റുകളും 1 മാസം, 1.5 മാസം, 2 മാസം വരെ പല സ്റ്റേറ്റുകളിലും HRDക്ക് വേണ്ടി സമയം എടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ HRD ഇല്ലാതെ നമ്മൾ സാധാരണഗതിയിൽ യു എ എംബസി അറ്റസ്റ്റ് ചെയ്തെടുക്കുന്ന ഒരു രീതിയുണ്ട്. അതായത് നമ്മളൊരു സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് വഴി ആദ്യം നമ്മളെ ഡോക്യുമെന്റ് സാക്ഷ്യപ്പെടുത്തും. അതായത് SDM ഡൽഹിയിൽ നമ്മൾ SDM ചെയ്ത് ഡൽഹിയിൽ നിന്ന് തന്നെ വിദേശകാര്യ മന്ത്രാലയം MEA അറ്റസ്റ്റേഷൻ പൂർത്തിയാക്കി ശേഷം ഡൽഹിയിലുള്ള ഇന്ത്യൻ എംബസി വഴി സാക്ഷ്യപ്പെടുത്തും. എന്നിട്ട് ഈ സർട്ടിഫിക്കറ്റ് ദുബായ് അല്ലെങ്കിൽ യു എയിലുള്ള മോഫ പൂർത്തിയാക്കി നമ്മൾ സാധാരണ വിസ പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തും. ഇങ്ങനെ ഒരു നോർമലി ഒരു 5 ദിവസം മുതൽ 10 ദിവസം വരെയാണ് സാധാരണഗതിയിൽ ഇതിൻ്റെ സമയം എടുക്കാറുള്ളത്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, മോഫ ചെയ്യുന്ന സമയത്ത് ഏത് രൂപത്തിലുള്ള അറ്റസ്റ്റേഷൻ മോഫ ലഭിക്കും. പക്ഷെ നിങ്ങൾക്ക് ലഭിക്കുന്ന ജോലി അവിടുത്തെ ഒരു ഗവൺമെൻറ് ഭാഗത്തും ഈക്വലൻസി ആവശ്യമുള്ള ജോലിയാണെങ്കിൽ, അതായത് നിങ്ങളൊരു ടീച്ചിങ് മേഖലയിലേക്കോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഹെൽത്ത് മേഖലയിലേക്കോ അല്ലെങ്കിൽ ഗവൺമെൻറ് മറ്റു പല മേഖലകൾ ആവശ്യമാണെങ്കിൽ പലപ്പോഴും അവർ HRD ആവശ്യപ്പെടും. അതായത് അതിൻ്റെ ഈക്വലൻസ് ലഭിക്കുന്നതിന് വേണ്ടി HRD ആവശ്യപ്പെടും. അത്തരത്തിൽ HRD ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ഈക്വലൻസി ആവശ്യപ്പെടുന്ന ജോലിയാണ് നിങ്ങൾക്ക് ലഭിച്ചത് എങ്കിൽ നിങ്ങൾ HRD ചെയ്തതിന് ശേഷം മാത്രം യു എ എംബസി അറ്റസ്റ്റേഷൻ ചെയ്ത് പോവുക. അതല്ലാത്ത രൂപത്തിൽ, അതായത് സാധാരണഗതിയിൽ ഒരു വിസ നമ്മളെ സ്റ്റാറ്റസ് മാറ്റാനോ അല്ലെങ്കിൽ ഫാമിലി സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യാനോ പല കാര്യങ്ങൾക്കും ഒരു കമ്പനിയുടെ പുതിയ ജോലിയിലേക്ക് മാറുമ്പോൾ നമ്മുടെ പ്രൊഫഷണൽ മാറ്റാനോ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് സാധാരണഗതിയിലുള്ള അറ്റസ്റ്റേഷൻ, അതായത് SDM വഴി നമുക്ക് സിമ്പിളായി അറ്റസ്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ HRD നമ്മൾ നേരത്തെ HRD കുറിച്ച് കൂടുതൽ പറയാത്തത് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. HRD ചെയ്യുന്നതിനെ കുറിച്ചോ അതിൻ്റെ കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്ത ഇന്ത്യൻ മീഡിയയിൽ തന്നെ മുമ്പ് ചെയ്ത വീഡിയോ ഈ ലിങ്കിന് താഴെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് HRDയുടെ കാര്യങ്ങളും കൂടി മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.